ഇന്ത്യസ് ഗോട്ട് ലാറ്റിൻ എന്ന ഷോയിലെത്തിയ മലയാളി പെൺകുട്ടിയുടെ മറുപടിയും അതിനെതിരെയുള്ള പാനലിസ്റ്റുകളുടെ പരിഹാസവുമാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത്. എന്താ പ്രശ്നം? അറിഞ്ഞില്ലേ? ഇല്ല. എന്നാ വാ. അല്ല എന്താ പ്രശ്നം? ഈ ഷോയിലാണ് മലയാളികളെ ഒന്നടങ്കം അപമാനിച്ചുകൊണ്ടുള്ള റോസ്റ്റുകൾ പുറത്തു വന്നത്. അതങ്ങനെ വിടാൻ പറ്റും? തെമ്മാടത്തിലെന്ന് ഒരിക്കൽ പറഞ്ഞാൽ മതിയോ? ഇവിടെ എന്താ ചോദിക്കാൻ പറയാനോ ആളില്ലേ? ഷോയിലെത്തിയ പെൺകുട്ടിയോട് നിങ്ങളുടെ പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതൃത്വം അല്ലെങ്കിൽ നേതാവ് ആരാണ്, ഏത് ഐഡിയോളജിയാണ് താങ്കൾ പിന്തുണയ്ക്കുന്നതെന്ന് പാനലിസ്റ്റ് ആയ രൺവീർ അല്ലാഹ്ബാദിയ ചോദിക്കുന്നു. എന്നാൽ പെൺകുട്ടി ഞാൻ പൊളിറ്റിക്സ് കാണാറില്ല എന്ന് മറുപടി നൽകുന്നു. പിന്നാലെ നിങ്ങൾക്ക് എന്തെങ്കിലും പൊളിറ്റിക്കൽ ഒപ്പീനിയൻ ഉണ്ടോ എന്നും നിങ്ങൾ വോട്ടെങ്കിലും ചെയ്യാറുണ്ടോ എന്നും രൺവീർ ചോദിക്കുന്നു. ഉത്തരം പറഞ്ഞാൽ പിന്നെയും ചോദ്യമോ? ഇന്റർവ്യൂവിനുണ്ടേ പെൺകുട്ടി ഞാൻ വോട്ട് ചെയ്യാനോ ഒരിക്കലുമില്ല എന്ന് മറുപടി നൽകുന്നു. ഉടനെ തന്നെ പാനൽ പെൺകുട്ടിയുടെ അരാഷ്ട്രീയതയും ഒപ്പം കേരളത്തെയും പരിഹസിക്കുന്നു. കേരള സർ 100% ലിറ്ററസി സർ എന്നായിരുന്നു പരിഹാസപൂർവ്വം പാനൽ പറഞ്ഞത്. ആ പുല്ലിനെ അരിഞ്ഞ് തള്ളാത്തത് അവൾ എന്നെയല്ല നിന്നെയല്ല ഒരു സംസ്കാരത്തെയാണ് അടച്ചാക്ഷേപിച്ചിരിക്കുന്നത്. ഇനി നീയൊക്കെ അവളെ വെറുതെ വിട്ടാലും ഞാൻ അവളോട് പ്രതികാരം ചെയ്യും. കേരളത്തിലെ ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരരാണ്, പക്ഷെ രാഷ്ട്രീയമില്ല, വോട്ടും ചെയ്യില്ല എന്ന പരിഹാസമാണ് പാനൽ തൊടുത്തുവിട്ടത്. ഇനി ഇതിന്റെ വീഡിയോ ഉണ്ട്, കാണണം. You don't have any political opinion? No. Did you vote? Me? No. Kerala, sir. 100% literacy, sir. കോമഡി ഇല്ലാത്ത സീനിൽ വെറുതെ ചിരിക്കല്ലേ. ഒരു യൂട്യൂബ് ചാനലിലെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനിടെ നടത്തിയ വിവാദ പരാമർശത്തിൽ പുലിവാലി പിടിച്ചിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ രൺവീർ അല്ലാഹ്ബാദിയ. ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ മാതാപിതാക്കൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കാണണോ, അതോ ഒരിക്കൽ അതിൽ പങ്കുചേർന്ന് അത് എന്നേക്കുമായി നിർത്തണോ? ഇതായിരുന്നു മത്സരാർത്ഥിയോട് നടത്തിയ വിവാദ പരാമർശം. എന്തൊരു വൃത്തിയുടെ ലാംഗ്വേജ് അത് കൺട്രിമാൻ. ഈ വായുണ്ടല്ലോ അങ്ങനെ ഭക്ഷണം കഴിക്കുന്നത്. ടു ബാഡ് കൺട്രി പീപ്പിൾ. ഈ ജാതിനൊക്കെ തെരണ്ടിവാൽ അച്ചാറിൽ മുക്കി തല്ലണോ? പരിധി കടക്കുന്ന പരാമർശങ്ങളിൽ നടപടി ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ്. നമ്മൾ പോലും അറിയാതെ അധോലോകമായി മാറി കഴിഞ്ഞിരിക്കുന്നു ഷാജിയേട്ട. ഇതിനിടെ രണ്ട് അഭിഭാഷകരും ഒപ്പം രാഹുൽ ഈശ്വറും രൺവീറിനെതിരെ പോലീസിൽ പരാതി നൽകി. വെരി ഗുഡ്. പ്രാർത്ഥന ഏറ്റു തുടങ്ങി. FIR ഇട്ട് അന്വേഷണം നടത്തണമെന്നാണ് ആവശ്യം. സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാണ് രൺവീറിന്റെ പരാമർശങ്ങളെന്നാണ് പരാതി. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? അതേസമയം പരാമർശം കൈവിട്ടു പോയെന്ന് മനസ്സിലാക്കിയ രൺവീർ ക്ഷമാപണം നടത്തി തടി തപ്പാനുള്ള ശ്രമത്തിലാണ്. ഞാൻ ഇന്നലെ നടുറോട്ടിൽ വെച്ച് കുട്ടിയോട് അപമര്യാദയായിട്ട് പെരുമാറി. മാപ്പ്. പരാമർശം അനുചിതമായി പോയെന്നും ക്ഷമിക്കണമെന്നും ആവശ്യപ്പെട്ട് സമൂഹ മാധ്യമത്തിൽ വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് രൺവീർ. എനിക്ക് മാപ്പ് തന്നടാ. ഇനി ക്ഷമ തന്റെ അച്ഛൻ തരും.